നമസ്കാരം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സബ്ജക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 പാർട്ട് 3 ആണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പാർട്ട് 3 വരുന്ന കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ, എയർ റെഫ്രിജറേഷൻ സൈക്കിൾ അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ആ 3 പാർട്ട് അറേഞ്ച് ചെയ്തതിൽ ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഒരു പാർട്ട് കൂടി നമ്മൾ അധികം ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഒരു ഓർഡർ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ നമ്മൾ എയർ റെഫ്രിജറേഷൻ സൈക്കിൾ പറഞ്ഞിട്ട് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും കണ്ട് ആരും പേടിക്കണ്ട. ഞാൻ ഈ എയർ റെഫ്രിജറേഷൻ സൈക്കിൾ, ഈ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ പറയുന്നതിന് മുന്നേ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എയർ റെഫ്രിജറേഷൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കാർനോട്ട് റെഫ്രിജറേഷനും ബെൽകോളമൻ റെഫ്രിജറേഷനും ഒക്കെ പറഞ്ഞാൽ. അപ്പോൾ നമുക്കത് നോക്കാം. എയർ റെഫ്രിജറേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? എയർ റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയർ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എയർ റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ റെഫ്രിജറേറ്റർ അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മാത്രമേ ഇപ്പം പറയുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എയർ റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് എയർ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കൂടുതലായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ എന്തായിരിക്കും അഡ്വാൻറ്റേജസ്? എയർ ഫ്രീലി അവൈലബിൾ ഇൻ നേച്ചർ ആൻഡ് സേഫ്. നമുക്കറിയാം, എയർ ചീപ്പായിട്ട് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എയർ എന്ന് പറഞ്ഞാൽ. പിന്നെ അത് സേഫ് ആണ്. ബാക്കി ഇപ്പോൾ ഒരു അമോണിയ റെഫ്രിജറൻറ്റിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ടോക്സിക് അല്ല, ഇതൊരു എക്സ്പ്ലോസീവ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ എയറിനുണ്ട്. പിന്നെയുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എയർ ഹാസ് നോ ഫേസ് ചേഞ്ച്, ഓൺലി സെൻസിബിൾ ഹീറ്റ് ഈസ് ഒക്കർ. സാധാരണ നമ്മൾ റെഫ്രിജറൻറ്റിൻ്റെ കേസ് പറഞ്ഞേരം ഞാൻ പറഞ്ഞിരുന്നു, ലാറ്റൻ്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എയറിൻ്റെ പ്രശ്നം എന്താ? എയറിന് ഫേസ് ചേഞ്ച് ഉണ്ടാവില്ല അല്ലേ? ആ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലാണ് എയർ നിൽക്കുന്നത്. അപ്പോൾ അതിന് ഫേസ് ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന ലാറ്റൻ്റ് ഹീറ്റ് എന്തുണ്ടാവില്ല, കിട്ടൂല. അപ്പോൾ ഇവിടെ സെൻസിബിൾ ഹീറ്റ്, ആ സ്റ്റേറ്റ് സ്റ്റഡി ആയിട്ടുള്ള സമയത്തുള്ള ആ ഒരു സെൻസിബിൾ ഹീറ്റ് മാത്രമേ എയറിന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ, ഈ ലാറ്റൻ്റ് ഹീറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു ഹീറ്റ് എനർജി നമുക്ക് കിട്ടാണ്ടിരുന്നില്ലേ? അപ്പോൾ ആ ഒരു ലാറ്റൻ്റ് ഹീറ്റിൻ്റെ അഭാവം കൊണ്ട് തന്നെ നമ്മുടെ COP എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് കറക്റ്റായിട്ട് മനസ്സിലായവർക്ക് ഈ പറയുന്ന കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെയുള്ളത് മൂന്നാമത്തെ പോയിന്റ്, ലാർജ് വോളിയം ഓഫ് എയർ റിക്വയർഡ് ആൻഡ് ബൾക്കി എക്യുപ്മെൻറ്റ് നീഡ് ഫോർ മേക്ക് റിക്വയർഡ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാവുന്നില്ല, സെൻസിബിൾ ഹീറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ സെൻസിബിൾ ഹീറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഒരുപാട് വോളിയം ഓഫ് എയർ, ലാർജ് എമൗണ്ട് ഓഫ് എയർ വേണം. അതായത് ഇപ്പോൾ നമ്മളൊരു ഗേഷ്യസ് സ്റ്റേറ്റിൽ മാത്രമുള്ള ഒരു എയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എയർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവോപ്പറേറ്ററിൽ നമ്മുടെ എവിടെയാണോ തണുപ്പിക്കേണ്ടത് ആ ഭാഗത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ എയർ എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. സാധാരണഗതിയിൽ എന്താ, സാധാരണ റെഫ്രിജറൻറ്റുകൾ ഇതിപ്പോഴൊരു ലിക്വിഡ് സ്റ്റേറ്റിൽ വന്നിട്ട് എൻ്റർ ചെയ്തിട്ട് ഇവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു? ഗേഷ്യസ് ഫേസിലോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എയർ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിൽ മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്നിട്ട് ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത്, അതായത് ഈ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇത് ലോ ടെമ്പറേച്ചറിൽ ഈ ഗേഷ്യസ് സ്റ്റേറ്റിൽ എയർ എൻ്റർ ചെയ്യുന്നു, ഇവിടെയുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ പുറത്തോട്ട് പോകുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ, നമുക്ക് വേണ്ട ഒരു തണുപ്പിക്കൽ, ഒരു റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലാർജ് വോളിയം ഓഫ് എയർ റിക്വയർഡ് ആണ്. അങ്ങനെ ലാർജ് വോളിയം ഓഫ് എയർ റിക്വയർഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ലാർജ് കംപ്രസർ വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് എന്തായിരിക്കും? കുറച്ചുകൂടി ബൾക്കി ആയിട്ട് വലിയ ബൾക്കി എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും. അത് ചെയ്യുമ്പം തന്നെ എന്താണ്, നമ്മുടെ കോസ്റ്റ് കൂടും. ഇങ്ങനെ ചെയ്താൽ തന്നെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കുറച്ചേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ എന്താണ്? എയർ റെഫ്രിജറേറ്റർ യൂസ്ഡ് ഇൻ എയർ കണ്ടീഷനിങ് ഓർ എയർക്രാഫ്റ്റ്. പിന്നെ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ
എയർക്രാഫ്റ്റുകളിൽ എയർ റെഫ്രിജറേഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി സൂപ്പർ ചാർജർ വഴി പിന്നെ ഹൈ പ്രഷറിലുള്ള എയർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള എയർ പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബൾക്കി ആയിട്ടുള്ള ഒരു കംപ്രസറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ എയർക്രാഫ്റ്റിൽ നമ്മൾ എയർ റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ റെഫ്രിജറേഷൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം എവിടെയാണ്? എയർക്രാഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എയർ റെഫ്രിജറേഷൻ തന്നെ 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒന്ന് ഓപ്പൺ ആണ്, എന്തോ ഒന്ന് ക്ലോസ്ഡ് ആണ്. സാധാരണ നമുക്കറിയാം ഒരു റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ അതിൽ എത്ര കമ്പോണൻറ്റുകൾ ഉണ്ടാവും? ഒരു കംപ്രസർ ഉണ്ടാവും, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെ കണ്ടൻസർ ഉണ്ടാവും, ഒരു എക്സ്പാൻഡർ അല്ലെ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു ഇവോപ്പറേറ്റർ ഉണ്ടാവും. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് നമ്മുടെ റെഫ്രിജറൻറ്റ് ഈ 4 സാധനത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയും. ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ റെഫ്രിജറൻറ്റ് പുറത്തോട്ടേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓപ്പണും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ഫിഗർ കണ്ടോ? ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിതിൽ ഒന്ന് ഓപ്പണും ഇത് ക്ലോസ്ഡും ആണ്. അതായത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ആദ്യം പറയുന്നത് ഓപ്പൺ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. ഇതിലെന്താ സംഭവിക്കുന്നത്? എയർ അണ്ടർഗോ കംപ്രഷൻ, കൂളിംഗ് ആൻഡ് എക്സ്പാൻഷൻ. ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പോൾ എയർ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്രഷനും കൂളിങ്ങും എക്സ്പാൻഷനും നടക്കുന്നുണ്ട്. എയർ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ഒരു കംപ്രസറിലോട്ടേക്ക് കയറും. ഈ കംപ്രസറിലോട്ട് കയറിയിട്ട് എയർ എന്ത് ചെയ്യും? കംപ്രസറിൽ കയറുമ്പോൾ എന്താവും? പ്രഷർ കൂടും. പ്രഷർ കൂട്ടാനാണ് കംപ്രസറിൽ കയറ്റുന്നത്. അപ്പോൾ പ്രഷർ കൂടി ടെമ്പറേച്ചർ കൂടി വോളിയം കുറയും. ഏതിൻ്റെ? എയറിൻ്റെ. എയറാണ് റെഫ്രിജറൻറ്റ്. അപ്പോൾ എന്നിട്ട് ആ ഒരു സാധനം എന്ത് പോവും? ആ ഒരു എയർ എങ്ങോട്ടേക്ക് പോവും? ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ടേക്ക് പോവും. എന്നിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ടെമ്പറേച്ചർ കുറച്ചെടുക്കും. ടെമ്പറേച്ചർ കുറച്ചെടുത്തിട്ട് അതെന്ത് ചെയ്യും? നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലോട്ടേക്ക് കയറും. എക്സ്പാൻഷൻ ഡിവൈസിലോട്ടേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആവുക എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? പ്രഷർ കുറയുക, ടെമ്പറേച്ചർ കുറയുക, വോളിയം കൂടുക. എന്നിട്ട് ആ ഒരു എയർ എന്ത് സംഭവിക്കും? ആ എയർ നമ്മുടെ ഇവോപ്പറേറ്റർ തണുപ്പിക്കേണ്ട ഭാഗത്തോട്ട് പോകും. ടെമ്പറേച്ചറും പ്രഷറും കുറഞ്ഞു. അപ്പോൾ ഈ ടെമ്പറേച്ചർ കുറഞ്ഞ എയർ എന്ത് ചെയ്യും? നമ്മുടെ ഇവോപ്പറേറ്ററിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്താവും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടി അത് പുറത്തോട്ടേക്ക് കളയും. ഇവിടെ കണ്ടോ? ഇവിടെ സൈക്ലിക് പ്രോസസ്സ് അല്ല നടക്കുന്നത്. ഇത്ര വരെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? എയറിന് പുറത്തോട്ടേക്ക് കളയാം. എയർ എൻറ്റേർഡ് ടു അറ്റ്മോസ്ഫിയർ, അതായത് എയർ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് അറ്റ്മോസ്ഫിയറിലോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സാധനം വേണമെന്നില്ല. ഇവിടെ നോക്കിയാൽ ആഫ്റ്റർ എക്സ്പാൻഷൻ എയർ ഡയറക്ട്ലി കം ഇൻ കോണ്ടാക്ട് വിത്ത് കണ്ടീഷൻഡ് സ്പേസ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എക്സ്പാൻഷന് ശേഷം എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റായിട്ട് നമ്മുടെ പിന്നെ ഇവോപ്പറേറ്ററിലോട്ടേക്ക് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ഇവോപ്പറേറ്ററിൽ നമുക്ക് വേണ്ട തണുപ്പിക്കേണ്ട സാധനങ്ങളുണ്ടാവും. അതുമായിട്ട് എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. പിന്നെന്താ? പക്ഷേ അത് ഏത് പ്രഷറിലാണ് വരുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തന്നെയാണ് വരുന്നത്. പിന്നെന്താ? എയർ used in the refrigerated space is thrown into atmosphere instead of recirculating it. അത് ഞാൻ പറഞ്ഞു. ഇവിടെ ഇവോപ്പറേറ്ററിന് വന്നിട്ട് അതായത് റെഫ്രിജറേറ്റഡ് സ്പേസിലേക്ക് വന്നതിന് ശേഷം എയർ എന്ത് ചെയ്യുന്നു? നമ്മൾ പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് നോട്ട് റിക്വയർഡ്. ചില കേസുകളിൽ എന്താ? ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇതിന് പിന്നെ കംപ്രസ് ചെയ്യിപ്പിക്കുന്നത്? ഇതിന് ഡയറക്റ്റ് ഇങ്ങനെ ആരും കൊണ്ടുപോയി കൊടുത്താൽ പോരെ, ഇതിന് വെറുതെ കംപ്രസ് ചെയ്ത് പൈസ കളയണോ എന്നെല്ലാം ചിന്തിക്കുന്നെങ്കിൽ ഈ കംപ്രഷൻ എന്ന് വെച്ചാൽ എന്താ? ഇവിടെയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്. അതായത് ഇവിടെയാണ് നമ്മുടെ ഈ ഒരു സാധനം വർക്ക് ചെയ്യാനുള്ള വർക്ക് കൊടുക്കുന്നത്. വർക്ക് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതായത് ഇവിടെ നമ്മൾ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ പ്രഷറിൻ്റെ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കംപ്രസർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ ഒഴിവാക്കാം. ഹീറ്റ് എക്സ്ചേഞ്ചർ നോട്ട് റിക്വയർഡ്. അതുകൊണ്ട് തന്നെ എന്താ? ഹീറ്റ് എക്സ്ചേഞ്ചർ റിക്വയർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ സേവ് വെയിറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്. ഇത് ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വെയിറ്റും കോസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. പിന്നെന്താ? എയർ പിക്കപ്പ് മോയ്സ്ചർ ഫ്രം പ്രൊഡക്റ്റ് ആൻഡ് ഡ്രയർ മേ റിക്വയർഡ്. ചില സമയങ്ങളിൽ എയർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് എയർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ലേ? പ്രൊഡക്റ്റുമായിട്ട് എയർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നുണ്ട് ഇവോപ്പറേറ്ററിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം ചില സമയത്ത്
മോയ്സ്ചർ വാട്ടർ കണ്ടൻറ്റ് ഇത് എയർ പിക്കപ്പ് ചെയ്യുന്നുണ്ടാവും. സൈക്ലിക്കായിട്ട് നടക്കുന്നില്ലെങ്കിലും ചെറിയൊരു അംശമൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് എന്തുണ്ടാവും, മോയ്സ്ചർ കണ്ടൻറ്റിനെ എയർ പിക്കപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മോയ്സ്ചർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഈ എക്സ്പാൻഡറിലും അവിടെയൊക്കെ വന്നാൽ ഈ ഒരു മോയ്സ്ചർ പ്രശ്നമാണ്, അത് ചിലപ്പോൾ ചോക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഡ്രയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. നിങ്ങൾക്ക് പൊതുവെ ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റവും ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റവും കമ്പാരിസൺ ആയിട്ടാണ് ചോദിക്കാറ്. അത് ഞാൻ കമ്പാരിസൺ ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഉള്ളത് ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഞാനിപ്പോൾ ഓപ്പൺ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ക്ലോസ്ഡ് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. എയർ ഈസ് പാസ്ഡ് ത്രൂ പൈപ്പ് ആൻഡ് അതർ പാർട്ട് ഓഫ് ദ സിസ്റ്റം വിത്തൗട്ട് കമ്മിങ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ റെഫ്രിജറേറ്റഡ് സ്പേസ്. നേരത്തെ ഓപ്പൺ ആവുന്ന സമയത്ത് എന്തായിരുന്നു, അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു റെഫ്രിജറേറ്റഡ് സ്പേസിലൂടെ പാസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ക്ലോസ്ഡ് എന്ന് വെച്ചാൽ അത് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പൈപ്പിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ വല്ല ട്യൂബിൻ്റെ ഉള്ളിലോട്ടൊക്കെയാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പോകുന്നത് എയർ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. നമ്മുടെ റെഫ്രിജറേറ്റഡ് സ്പേസിലുള്ള നമുക്ക് എന്തിനാണോ തണുപ്പിക്കേണ്ടത് അതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. പിന്നെ എന്താ, ഇനി ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് പറയാം. On this system, air is used for absorbing heat from the other fluid like brine, and this cooled brine is circulated into a space to be cooled. അതായത് നമുക്ക് തണുപ്പിക്കേണ്ട ഒരു ഭാഗമുണ്ട്, നമ്മുടെ ഇവോപ്പറേറ്റർ ഉണ്ട്. ആ ഇവോപ്പറേറ്ററിൻ്റെ പുറത്തൊക്കെ എന്തുണ്ടെന്ന് വിചാരിക്കുക, ഒരു ബ്രൈൻ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, സാൾട്ട് സൊല്യൂഷൻ, അതായത് സോഡിയം ക്ലോറൈഡിൻ്റെയോ കാൽസ്യം ക്ലോറൈഡിൻ്റെയോ അങ്ങനെയുള്ള സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷനിലോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ സൊല്യൂഷനുമായിട്ടാണ് നമ്മുടെ ഈ ഒരു പൈപ്പ്, ഇതിന് ചുറ്റും പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതൊക്കെ ഞാനൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇത് ഇതുപോലെ അല്ല നേർക്കുണ്ടാവുക, ചില വ്യത്യാസങ്ങളുണ്ടാവും. മീൻസ് ഇതിൻ്റെ സ്ട്രക്ചർ ഇതുപോലെ സിമ്പിൾ ആയിരിക്കില്ല. ഇതിനുള്ളിൽ ഇവോപ്പറേറ്റർ ഉണ്ടാവും, ഇവോപ്പറേറ്ററിൻ്റെ പുറത്ത് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ ഉണ്ടാവും, ബ്രൈൻ സൊല്യൂഷന് പുറത്ത് നമ്മുടെ എന്തുണ്ടാവും, റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്നുണ്ടാവും. ആ റെഫ്രിജറൻറ്റ് മീൻസ് ഇവിടെ ക്ലോസ് എയർ ഈ ഒരു പൈപ്പിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഈ എയർ എന്തുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തും, ഈ ബ്രൈൻ സൊല്യൂഷനായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തും. അതായത് ഈ ബ്രൈൻ സൊല്യൂഷൻ്റെ ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ എയർ വലിച്ചെടുക്കുന്നു. എന്നാൽ ബ്രൈൻ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, റെഫ്രിജറേറ്റഡ് സ്പേസ്, അതിനുള്ളിലുള്ള വസ്തുക്കൾ എന്താണോ തണുപ്പിക്കേണ്ടത് അതിൻ്റെ ഹീറ്റിനെ ബ്രൈൻ സൊല്യൂഷൻ വലിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ ഇവിടെയെന്ന് വെച്ചാൽ, വർക്ക്സ് അറ്റ് സക്ഷൻ പ്രഷർ ഹയർ ദാൻ ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഓപ്പറേറ്റ് അറ്റ് റെഡ്യൂസ്ഡ് പ്രഷർ റേഷ്യോ ആൻഡ് COP ഇൻക്രീസസ്. അതായത് ഇവിടെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്തിൻ്റെ, സക്ഷൻ പ്രഷറിൽ, ഇവിടെ ഈ ഒരു സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് സക്ഷൻ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സക്ഷൻ പ്രഷറിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രഷർ റേഷ്യോ എന്തായിരിക്കും, പ്രഷർ റേഷ്യോ കുറയുകയാണ് ചെയ്യുന്നത്. പ്രഷർ റേഷ്യോ കുറയും. പ്രഷർ റേഷ്യോ എന്ന് വെച്ചാൽ കംപ്രഷൻ റേഷ്യോ ആണ്, അത് പൊതുവേ കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അതായത് ഇവിടെയുള്ള റേഷ്യോ ബിറ്റ്വീൻ ഇവിടെയുള്ള പ്രഷറും ഇവിടെയുള്ള പ്രഷറും തമ്മിലുള്ള റേഷ്യോ, അപ്പോൾ അത് കുറവായിരിക്കും. അങ്ങനെ കുറയുന്നത് കൊണ്ട് തന്നെ എന്താ, നമ്മുടെ COP എന്താകും, കൂടും. വർക്ക് ഡൺ കുറയും, COP കൂടും. പ്രഷർ റേഷ്യോ കുറയും, COP കൂടും. അതിവിടുത്തെ അഡ്വാൻറ്റേജ് ആണ്. ഓപ്പൺ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്തായിരിക്കും, COP കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഓരോ പോയിൻ്റാണ് നിങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓപ്പൺ എയർ റെഫ്രിജറേഷനും ക്ലോസ്ഡ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 7 മാർക്കിന് ചോദിക്കുന്ന കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിളാണ്. അല്ലെങ്കിൽ എന്ത് പറയും, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. അങ്ങനെ വെച്ചാൽ എന്തായിരിക്കും, നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്തിനായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായത്, നമ്മുടെ ഹീറ്റ് എഞ്ചിനിലായിരുന്നു അല്ലേ കാർനോട്ട് സൈക്കിൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്, അതേ സൈക്കിൾ തന്നെ, പക്ഷേ ആ ഒരു സൈക്ലിക് പ്രോസസ്സ് എന്താ, റിവേഴ്സ് ആയിട്ട് നടക്കുകയാണ് നമ്മളിവിടെ ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ അഥവാ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിളിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് പൊതുവെ തിയററ്റിക്കൽ സൈക്കിളിൽ നിന്ന് നമ്മൾ പറയുന്നത്, ഈ റെഫ്രിജറേഷൻ്റെ. മാത്രമല്ല ഇതിനാണ് ഹയസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ എഫിഷ്യൻസി കിട്ടുക. എന്ന് വെച്ചാൽ 100% എഫിഷ്യൻസി കിട്ടുമെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഹയസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻസി നമ്മൾ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിളിനാണ് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ കാർനോട്ട് സൈക്കിൾ പഠിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു PV ഡയഗ്രം TS ഡയഗ്രം നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വളരെ വലിയ ഡിഫിക്കൽട്ടൊന്നുമില്ല, ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. നമുക്കറിയാം കാർനോട്ട് സൈക്കിളിന് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായത്, ഒരു ഐസെൻട്രോപിക് കംപ്രഷൻ ഉണ്ടായിരുന്നു, ഐസോതെർമൽ കംപ്രഷൻ ഉണ്ടായിരുന്നു, പിന്നെ എന്താ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. അതായത് കാർനോട്ട് സൈക്കിൾ എങ്ങനെയായിരുന്നു, 1 to 2 ഇവിടെ ഒരു ഹീറ്റ് അഡീഷൻ ആയിരുന്നു. അതായത് ആദ്യം എന്ത് ചെയ്യുന്നു,
ഈ ഒരു എൻഡിൽ കംപ്രഷൻ വന്നു. കംപ്രഷൻ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. ഹീറ്റ് ആഡ് ചെയ്തിട്ട് 1 to 2 എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ. പിന്നെ 1 to 2, 2 to 3 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ. പിന്നെ 3 to 4 ഐസോതെർമൽ കംപ്രഷൻ. ഇവിടെ ഹീറ്റ് റിജക്ഷൻ ആയിരുന്നു. പിന്നെ ഇവിടെ എന്തായിരുന്നു, 4 to 3 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അങ്ങനെയായിരുന്നു നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ. എന്നാൽ ഇതിന് റിവേഴ്സ് ആയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കാർനോട്ട് സൈക്കിൾ ഫ്ലോ ചെയ്തതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, നമ്മുടെ സൈക്കിൾ എങ്ങനെയാണ് 1 2 3 4 ഇങ്ങനെയല്ലേ. അപ്പോഴേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതേ പ്രോസസ്സിന് ഇങ്ങനെ തിരിഞ്ഞിട്ട് റിവേഴ്സ് ആയിട്ട് നടക്കുന്നു. ആദ്യം എന്താ 1 to 2 ഐസെൻട്രോപ്പിക് കംപ്രഷൻ. നമ്മൾ ആദ്യം സ്വിച്ച് ഇട്ടിട്ട് കംപ്രസർ റൺ ചെയ്യിക്കുന്നു. ഐസെൻട്രോപ്പിക് കംപ്രഷൻ. 2 to 3 ഐസോതെർമൽ കംപ്രഷൻ. ഇവിടെ ഇത് നമുക്ക് അറിയില്ലെങ്കിൽ ഈ TS ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊരു റെക്റ്റാങ്കിൾ പോലത്തെ ഒരു ഡയഗ്രാമാണ്. എന്താ അപ്പോൾ 1 to 2 എന്താണ്, നമ്മുടെ താഴെയുള്ളത് എൻട്രോപ്പിയാണ്, മുകളിലുള്ളത് മീൻസ് എക്സ് ആക്സിസിൽ എൻട്രോപ്പിയാണ്, വൈ ആക്സിസിൽ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ 1 to 2 എന്ന് വെച്ചാൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയിരിക്കും. 2 to 3 എന്ന് പറഞ്ഞാൽ എന്താ, ഐസോതെർമൽ പ്രോസസ്സ് ആയിരിക്കും. 3 to 4 എന്ന് വെച്ചാൽ വീണ്ടും ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയിരിക്കും. 4 to 1 വീണ്ടും ഐസോതെർമൽ പ്രോസസ്സ് ആയിരിക്കും. ഇത് അറിയുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു പേരെല്ലാം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഇവിടെ എന്തിനാണ് കംപ്രസ് ചെയ്യുന്നത്, റെഫ്രിജറൻ്റ് എന്താ, എയർ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 kilogram ഓഫ് എയർ ആണ് നമ്മൾ ടേക്കൺ ചെയ്തതായിട്ട് അസ്യൂം ചെയ്യേണ്ടത്. ഇതൊരു തിയററ്റിക്കൽ സൈക്കിളാണ്. അപ്പോൾ 1 to 2 1 kilogram ഓഫ് എയർ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസറിൽ കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസെൻട്രോപ്പിക് ആയിട്ടാണ് കംപ്രസ് ചെയ്യുന്നത്. ഐസെൻട്രോപ്പിക് എന്ന് വെച്ചാൽ എന്താ, റിവേഴ്സിബിൾ അഡിയബാറ്റിക്. അഡിയബാറ്റിക് എന്ന് വെച്ചാൽ എന്താ, ഹീറ്റ് ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ചെയ്യില്ല. അതായത് ഹീറ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഹീറ്റ് എനർജി ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രോസസ്സിൽ ഹീറ്റ് ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കംപ്രസ് ചെയ്യിക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. വോളിയം എന്ത് ചെയ്യുന്നു, വോളിയം എന്ന് വെച്ചാൽ സ്പെസിഫിക് വോളിയമാണ്. സ്പെസിഫിക് വോളിയം ഡിക്രീസസ് ഫ്രം V1 to V2. ഇവിടെ എന്താ, ഐസെൻട്രോപ്പിക് പ്രോസസ്സ്, റിവേഴ്സിബിൾ അഡിയബാറ്റിക്. അതുകൊണ്ട് തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ചെയ്യുന്നില്ല. അപ്പോൾ 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് അതാണ്. ഇനി 2 to 3 പ്രോസസ്സ്. 2 to 3 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ആണല്ലോ. എയർ എന്താ ചെയ്യുന്നത്, 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താ, ഐസോതെർമൽ കംപ്രഷനാണ്. ഐസോതെർമൽ കംപ്രഷൻ അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഹീറ്റ് അഡീഷനോ റിജക്ഷനോ ചെയ്യുക, ഐസോതെർമൽ പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നേർക്ക് പറഞ്ഞാൽ ഇത് സൈക്ലിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇവിടുന്ന് എവിടുന്നാണ് ഈ എയറിന് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് എവിടുന്നാണ്. ആക്ച്വലി ഇത് ഇവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് പോകുന്ന വഴിയിൽ ഇതിവിടെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഐസോതെർമൽ കംപ്രഷൻ ഇവിടെ എന്താ ചെയ്യുന്നത്, എയർ കംപ്രസ്ഡ് ഫെർദർ ഐസോതെർമലി, പ്രഷർ ഇൻക്രീസസ് ഫ്രം P2 to P3 ആൻഡ് ടെമ്പറേച്ചർ ഈ സെയിം. ടെമ്പറേച്ചർ സെയിം ഐസോതെർമൽ ആയതുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ സെയിം ആണ്. സ്പെസിഫിക് വോളിയം എന്താവും, ഡിക്രീസ് ചെയ്യും. ഇവിടെയും ഡിക്രീസ് ആയിരുന്നു, വീണ്ടും ഡിക്രീസ് ആവും. V2 to V3 വരെ ഡിക്രീസ് ആവും. എന്നിട്ട് എന്ത് സംഭവിക്കും, ഇവിടെ ഹീറ്റ് റിജക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ചൊരു ടെമ്പറേച്ചർ എന്താവും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, നമ്മുടെ പ്രഷർ വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീണ്ടും പ്രഷർ ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, അതിനു മുന്നേ ഇവിടെ നമുക്ക് ഒരു സാധനം നോക്കാനുണ്ട്. ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ എയർ പെർ കിലോഗ്രാം ഓഫ് എയർ. നമുക്കിത് വേണ്ടതാണ്. COP കണ്ടുപിടിക്കുമ്പോൾ ഈ ഹീറ്റ് റിജക്റ്റഡ് ഒരാവശ്യമുണ്ട്. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് എന്താ, നമുക്ക് നമ്മുടെ സാധാരണ ഈ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ, ഹീറ്റ് റിജക്റ്റഡ് Q is equal to T ഇൻറ്റു നമ്മുടെ Q is equal to T ഇൻറ്റു DS എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നില്ലേ തെർമലിൽ. അപ്പോൾ അതന്നെ ഹീറ്റ് റിജക്റ്റഡ് Q is equal to T2 ഇൻറ്റു S2 മൈനസ് S3 T ഇൻറ്റു ഡെൽറ്റ എസ്. അതായത് ഡെൽറ്റ എസിന് പകരം S2 മൈനസ് S3. എസ് എന്താ, എൻട്രോപ്പി ആണ്. അപ്പോൾ T2 എന്ന് വെച്ചാൽ എന്താ, ടെമ്പറേച്ചർ. ഈ ഒരു ഭാഗത്തുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ ടെമ്പറേച്ചർ എന്താ, കോൺസ്റ്റൻ്റ് ആണ്. T2 is equal to T3 ആണ്. അപ്പോൾ T2 നമ്മൾ T2 എന്ന് എഴുതുന്നു. പിന്നെന്താ, S2 മൈനസ് S3. ഇവിടെയുള്ള എൻട്രോപ്പി എത്രയാണ് വരിക, S3 ഉണ്ട് S2 ഉണ്ട്. ഇവിടെ കൂടുതൽ എൻട്രോപ്പി എന്താ, S2 അല്ലേ. Y ആക്സിസിൽ
എക്സ് ആക്സിസിൽ കൂടുതൽ S2. അപ്പോൾ S2 മൈനസ് S3 ഇൻറ്റു T2. ഇതെന്ത് കിട്ടി? ഇവിടുത്തെ ഹീറ്റ് റിജക്റ്റഡ് കിട്ടി. ഇനി അടുത്ത പ്രോസസ്സ് എന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ. എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയർ ഈസ് എക്സ്പാൻഡ് ഐസോതെർമൽ പ്രോസസ്സ് അല്ല, ഇത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അപ്പോൾ ഐസെൻട്രോപ്പിക്, അതായത് ഒരു ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ഒരു ഐസോതെർമൽ കംപ്രഷൻ, ഒരു ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ, അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. എയർ എക്സ്പാൻഡ് ഐസെൻട്രോപ്പിക്കലി, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ട് എയർ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഷർ ഫോൾസ് ഫ്രം P3 ടു P4. നമ്മൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് അറിയാം ഇങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് അറിയാം. പ്രഷർ P3യിൽ നിന്നും P4ലോട്ടേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. P3 ഇവിടെയാണ്, ഇവിടെ വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് P3 വരുന്നത്. P3യിൽ നിന്നും P4ലോട്ടേക്ക് എന്താ ചെയ്യുന്നത്? P3യിൽ നിന്നും P4ലോട്ടേക്ക് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. പ്രഷർ ഡിക്രീസസ് ഫ്രം P3 ടു P4. ടെമ്പറേച്ചർ ഫോൾ ഫ്രം T3 ടു T4. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? T3യിൽ നിന്നും T4ലോട്ടേക്ക് കുറയുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? സ്പെസിഫിക് വോളിയം എന്തായിരിക്കും ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുകയാണല്ലേ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം കൂടുകയാണ് ചെയ്യുക. വോളിയം കൂടും. വോളിയം എന്തായിരിക്കും? V3യിൽ നിന്നും V4ലോട്ടേക്ക് വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുമില്ല, അബ്സോർബ് ചെയ്യുന്നുമില്ല. ഇനി ലാസ്റ്റ് പ്രോസസ്സാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രോസസ്സ്, ഐസോതെർമൽ എക്സ്പാൻഷൻ. നേരത്തെ നമ്മൾ ഐസോതെർമൽ കംപ്രഷനിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷനിൽ എന്തായിരിക്കും? ഹീറ്റ് അബ്സോർബ് ചെയ്യും. എയർ എക്സ്പാൻഡഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇവിടെ എയർ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുവാണ്. എവിടത്തോട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത്? നമ്മുടെ എവിടെയാണോ റെഫ്രിജറേറ്റഡ് സ്പേസ് അങ്ങോട്ടേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. പ്രഷർ ഫോൾ ഫ്രം P4 ടു P1. പ്രഷറും ടെമ്പറേച്ചറും കുറയുകയാണെന്ന് നമുക്കറിയാം അല്ലേ. ടെമ്പറേച്ചർ അല്ല, പ്രഷർ ഫോൾ ഫ്രം P4 ടു P1. ഇത് കാർനോട്ട് സൈക്കിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. പ്രഷർ ഫോൾസ് ഫ്രം P4 ടു P1. പിന്നെ എന്താ സ്പെസിഫിക് വോളിയം? സ്പെസിഫിക് വോളിയം ഇൻക്രീസസ് ഫ്രം P1 ടു P4. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ അറിയില്ലേ? എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ വോളിയം സാധാരണഗതിയിൽ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ V4ൽ നിന്നും V1ലോട്ട് കൂടുന്നു. പ്രഷർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറയും. P4 ടു P1 ആവുന്നു. പിന്നെ എന്താ ഈ ഒരു സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ പ്രോസസ്സ്. ആ ഒരു റെഫ്രിജറേറ്റഡ് സ്പേസിലുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ അതേ ഇക്വേഷൻ തന്നെ, ഹീറ്റ് റിജക്റ്റഡ് Q ഇൻറ്റു ഡെൽറ്റ എസ് ആയിരുന്നില്ലേ. അപ്പോൾ അതേ സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എവിടെ നിന്നാണോ ആ ഒരു സ്ഥലം മാറിപ്പോയി. അതായത് ഹീറ്റ് അബ്സോർബ്ഡ് പെർ കിലോഗ്രാം ഓഫ് എയർ T1 ഇൻറ്റു S2 മൈനസ് S3 ആണ്. ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഹീറ്റ് അബ്സോർബ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യേണ്ടത്, ഇവിടെ നിന്നാണ് റിജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ? T1 ഇൻറ്റു S2 മൈനസ് S3. ഇനി ഇവിടെയാണ് ഹീറ്റ് റിമൂവ് ചെയ്തത്. അപ്പോൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ T2 ഇൻറ്റു S2 മൈനസ് S3. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ റിവേഴ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കാർനോട്ട് സൈക്കിൾ പറഞ്ഞാൽ മാത്രം പോരാ, ഇതിൻ്റെ COP കൂടെ നമ്മൾ പറയണം. COP നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. COPൻ്റെ ഫുൾ ഫോം എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ COP കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. നമുക്ക് വേണ്ട എഫക്റ്റ് എന്താണോ അത് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഇവിടെ എന്താ COP ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ ഒരു റെഫ്രിജറേറ്ററിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ആണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള എഫക്റ്റ്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്നാ? വർക്ക് ഡൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഹീറ്റ് അബ്സോർബ്ഡും വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്കിത് കിട്ടും. നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടിയേ? ഹീറ്റ് അബ്സോർബ്ഡ് ആ ഒരു TS ഡയഗ്രത്തിൽ നമുക്കറിയാം T1 ഇൻറ്റു S2 മൈനസ് S3 ആണ്. ഇനി നമുക്കറിയാത്തത് വർക്ക് ഡൺ ആണ്. നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയേ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഹീറ്റ് എഞ്ചിൻ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന് നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് വെച്ചാൽ എന്താ? സോഴ്സിൽ നിന്നും, അതായത് ഒരു ഹൈ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരു ലോ ടെമ്പറേച്ചർ ബോഡിയിലോട്ടേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നു. അപ്പോൾ അങ്ങനെ നടത്തുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു വർക്ക് കിട്ടുന്നു. അത് എന്തായിരുന്നു? ഹീറ്റ് എഞ്ചിനായിരുന്നു. നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? റെഫ്രിജറേറ്ററാണ് വേണ്ടത്. റെഫ്രിജറേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഒരു തണുത്ത ബോഡി, ഒരു സിങ്ക്, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ളൊരു ബോഡിയിൽ നിന്നും ഹീറ്റ് എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടിയൊരു ബോഡിയിലേക്ക്, അതായത് ടെമ്പറേച്ചർ കൂടിയ ബോഡി എന്ന് വെച്ചാൽ സോഴ്സ്,
അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ. നമ്മുടെ റെഫ്രിജറേറ്റഡ് സ്പേസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറവല്ലേ, അവിടെ നിന്നും ഹീറ്റ് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. ആരെ അബ്സോർബ് ചെയ്യുന്നത്? റെഫ്രിജറൻറ്റ് അഥവാ വർക്കിംഗ് സബ്സ്റ്റൻസ്. അത് അബ്സോർബ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടിയ പുറത്തോട്ടേക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ടേക്ക് കൊണ്ട് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കളയുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ ഇത് കളയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുത്താൽ നമുക്ക് കളയാൻ പറ്റും. കംപ്രസർ വർക്ക് കൊടുത്താൽ നമുക്കിത് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റും. അതാണല്ലോ ക്ലോഷർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ഈ Q2 + W ആണ് Q1 കിട്ടുന്നത്. അപ്പോൾ W = എന്തായിരിക്കും, Q1 - Q2 ആയിരിക്കും. എന്തുകൊണ്ടാണ് Q1 - Q2 എന്ന് പറയുന്നത്? കാരണം Q1 ആണ് ടെമ്പറേച്ചർ കൂടുതൽ, അതായത് ഹീറ്റ് എനർജി കൂടുതൽ. ടെമ്പറേച്ചർ കൂടുതൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. ഇവിടെ ടെമ്പറേച്ചർ കുറവ്. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ അടിച്ചേ, വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്. ഇവിടെയാണല്ലോ റിജക്റ്റ് ചെയ്യുന്നത്, മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, T2 × S2 - S3 മൈനസ് ഹീറ്റ് അബ്സോർബ്ഡിൻ്റെ ഇക്വേഷൻ T1 × S2 - S3 = എന്ത് കിട്ടും? എന്ത് ചെയ്യാം, S2 - S3നെ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുക. T2 - T1 × S2 - S3 കിട്ടും. T2 - T1 ഇങ്ങനെ എഴുതി S2 - S3. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്താ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടി. ഇനി COP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഹീറ്റ് അബ്സോർബ്ഡ് T1 × S2 - S3 ഡിവൈഡഡ് ബൈ T2 - T1 × S2 - S3 ആണല്ലോ. T2 - T3 × S2 - S3. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, S2 - S3നെ ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും ക്യാൻസലായി പോയാൽ നമുക്ക് കിട്ടുന്നത് എന്താ, COP = T1 ഡിവൈഡഡ് ബൈ T2 - T3. അപ്പോൾ COP എന്താ ഫൈനലായിട്ട് എഴുതാൻ പറ്റുക, COP = T1 ഡിവൈഡഡ് ബൈ T2 - T1. അപ്പോൾ ഇതാണ് COPൻ്റെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെഫ്രിജറേറ്ററിൽ നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ ഒരു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കാർനോട്ട് സൈക്കിളിൻ്റെ ചില ഡ്രോബാക്ക് പറയാനുണ്ട്. അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ സൈക്കിളിൽ പറയുന്നത് എന്താ, ഐസോതെർമൽ പ്രോസസ്സും ഐസെൻട്രോപിക് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രോസസ്സ് നടത്താൻ എന്തായിരിക്കും, നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാണ്ടിരിക്കണം. അങ്ങനെ വെച്ചാൽ എന്താ, അതായത് റിവേഴ്സിബിൾ അഡിയബാറ്റിക് ആയതുകൊണ്ട്, അഡിയബാറ്റിക് എന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് വളരെ ഇങ്ങനെ തിക്കായിട്ടുള്ള ഇൻസുലേഷനുള്ള പിന്നെ മെറ്റീരിയൽ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എല്ലാം നമ്മൾ ഈ സിലിണ്ടറിൽ കൊടുക്കേണ്ടി വരും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്. മാത്രമല്ല ഈ ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് നടത്താന്ന് വെച്ചാൽ ഈ നമ്മുടെ പിസ്റ്റൺ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്കങ്ങനെ പോസിബിൾ അല്ല. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ്സ് എന്നാൽ ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വെച്ചാൽ പിസ്റ്റൺ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യേണ്ടി വരും നമുക്ക് ആ ഒരു ഡിസൈഡ് ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണമെങ്കിൽ. അപ്പോൾ ഈ ഒരു സ്ട്രോക്കിൽ ഇങ്ങനെ വളരെ സ്പീഡിലും പിന്നെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതൊന്നും നമുക്ക് അങ്ങനെ പോസിബിൾ അല്ല. അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ ഡ്രോബാക്കാണ്. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു തിയററ്റിക്കലായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡ്രോബാക്കാണ്. പിന്നെ ഇതിൽ ഒരു COP ഓഫ് കാർനോട്ട് ഹീറ്റ് പമ്പും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് പമ്പ്. നമ്മുടെ തണുത്ത രാജ്യങ്ങളുണ്ടാവില്ലേ, തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ എന്തായിരിക്കും, റൂമെല്ലാം ചൂടാക്കുവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ റെഫ്രിജറേറ്റർ ചെയ്ത അതേ പരിപാടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു ഇത് മാറ്റിയിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വേണ്ടിയും കാർനോട്ട് സൈക്കിൾ ഈ COP ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്യിക്കാം, അത് വേണ്ടവർ പഠിക്കുക. പിന്നെ ചില ലിമിറ്റേഷൻസും അത് ഞാൻ അറ്റാച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അതിൽ ഹീറ്റ് പമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് വെച്ചാൽ = 1 + COP ഓഫ് റെഫ്രിജറേറ്റർ ആയിരിക്കും. അതായത് COP ഓഫ് റെഫ്രിജറേറ്ററിനോട് 1 കൂട്ടിയതായിരിക്കും COP ഓഫ് ഹീറ്റ് പമ്പ്. COP ഓഫ് ഹീറ്റ് പമ്പ് എപ്പോഴും കൂടുതലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ബെൽ കോളമൻ സൈക്കിളാണ്. ബാക്കിയെല്ലാ കാര്യങ്ങളും ഏകദേശം ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം. പിന്നെ ഉള്ളത് പ്രോബ്ലമാണ്. അത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലുള്ളൂ. താങ്ക് യു.